நீங்கள் இன்று உங்கள் வாழ்க்கையிலே ஒரு முக்கியமான தருணத்துக்கு முழுக்க போறேன். മലയാള നാടക പ്രസ്ഥാനത്തിന്റെ ഭാവുകത്വ പരിണാമത്തിൽ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു വെറൈറ്റി സാധനം. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത് എന്റെ ദേവിയെ, എന്റെ പ്രിയതമേ. കാരണം അവളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഇവിടുത്തെ പെമ്പിള്ളേർ നിനക്ക് അറിയാൻ പാടില്ല. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയ അവളുമാര് വട്ടം കറക്കും. ഡോക്ടർ, ഇനി എന്റെ കണ്ണിന്റെ കട്ടയച്ചോളൂ. മെതുവാ മെതുവാ, സ്ലോലി. എന്റെ പ്രിയതമേ. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. ബഷീർ ഒരു കാര്യം ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യം നമ്മളോട് അറിയിക്കണം. സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞു, കണ്ണിന് കാഴ്ച കിട്ടിയെന്നൊന്നും പറയില്ല കേട്ടോ. നിങ്ങളും പറയരുത്. അത്രയും വേണോ? ഏക്കോ അടിച്ചേൽപ്പിക്കണം. ശ്രുതിയേ, ശ്രുതിയേ. അനിലേട്ടനെത്തിയോ? ഒരു കുഞ്ഞ്, എന്റെ കാഴ്ച, എല്ലാം നിന്റെ നല്ല മനസ്സിന്റെ പ്രാർത്ഥന. ഇന്നു മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത രാഷ്ട്രർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? അത് ഗാന്ധാരിയല്ലേ? അനിലേട്ട ഇപ്പൊ വരെ അപ്രതീക്ഷിതമായിട്ട് അനിലേട്ടൻ വന്നു. ആണോ? മിണ്ടാതെ നിന്ന് തന്നാ മതി. നമുക്ക് ഈ കണ്ണുപറ്റിനെ പറ്റിച്ച് ഇവിടെ സന്തോഷമായിട്ട് കഴിയാടി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ എന്താ സംസാരിക്കാനുള്ളത്? എനിക്കൊരു വലിയ പണി കിട്ടി ചേട്ടാ. ഹലോ, തിരിച്ചെത്തിരിക്കണതേ ആ പഴയ കാഴ്ചയിലത്തെ ആളായിട്ടല്ല, ഒരു കണ്ണിനേലും കാഴ്ച തിരിച്ചെത്തിയ ഒരു പുതിയ ആളായിട്ടാണ്. ചേച്ചിക്ക് സന്തോഷം. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി താൻ മുട്ടയിട്ടു. இது ஒரு பார்க்காத ஒரு பார்வை, நீங்க பார்க்க போறேன். കരയല്ല കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല. മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കണ്ണ് കാണാന്നൊരു വാക്കനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നാളെ കെട്ട് നിൽക്കുമായിരുന്ന. ഞാൻ ഊരാൻ പോവാ. ഏയ് ഉണ്ണിക്കണ്ണ, എന്ത് വൃത്തിയുടെ കാണിക്കുന്നു? എന്ത് വൃത്തിയാണ്? എല്ലാ വൃത്തികളും നേരത്തെ കണ്ടില്ലേ? എനിക്ക് ഞാനുണ്ടെന്ന്. അയ്യടാ, നിന്നെ ഏത് പട്ടിക്ക് വേണം? രമേശ, നീ കരയണ്ടടാ. പൊക്കോണന്റെ മുമ്പിന്ന് ആ പെണ്ണിനെ തേച്ച് മെഴുക്കിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞു. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ മുഖം കണ്ടാ അറിയാ. ഇപ്പോൾ മനസ്സിൽ മറ്റേ പെണ്ണ മാറുന്നു കളടാ. ഓക്കെ, എന്നാ നടക്കട്ടെ. നാളെ വരാം.